ഹായ്, ഇപ്പോൾ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന രണ്ട് സിനിമകൾ, ഒന്ന് ആട് 3, മറ്റൊന്ന് പ്രതിച്ഛായ. ഈ രണ്ടു സിനിമകളുടെയും കളക്ഷൻ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, വമ്പൻ കളക്ഷൻ നേടുന്നുണ്ടോ എന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം പ്രതിച്ഛായ എന്ന സിനിമയിലേക്ക് വരികയാണെങ്കിൽ സിനിമയുടെ ബോക്സ് ഓഫീസിലെ പ്രകടനം മോശമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ആദ്യ ദിവസം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് പ്രതിച്ഛായ നേടിയെടുത്തത് വെറും 1.5 കോടി രൂപ മാത്രമാണ്. തീർച്ചയായും വളരെ മോശം കളക്ഷൻ എന്ന് തന്നെ പറയണം. വലിയ ബഡ്ജറ്റിലാണ് സിനിമ വന്നിരിക്കുന്നത്. 100-ൽ പരം ദിവസം സിനിമയ്ക്ക് ഷൂട്ടിങ്ങിന് വേണ്ടി മാത്രം ആയിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു സിനിമ തിയേറ്ററുകളിൽ ആദ്യ ദിവസം നേടിയെടുത്ത കളക്ഷൻ 1.5 കോടി രൂപയാണ്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഫസ്റ്റ് ഡേ വെറും 90 ലക്ഷം മാത്രമാണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. രണ്ടാം ദിവസമായിട്ടുള്ള ഇന്നലെയും സിനിമയുടെ കളക്ഷൻ താഴേക്ക് പോയി. 1 കോടിയിൽ താഴെ മാത്രമാണ് വേൾഡ് വൈഡ് കളക്ഷനായിട്ട് സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. അതായത് 2 ദിവസം കൊണ്ട് സിനിമ 2.5 കോടിയിൽ താഴെ മാത്രമാണ് നേടിയിരിക്കുന്നത് എന്നുള്ളതാണ്. തീർച്ചയായും ഒരു മോശം കളക്ഷൻ എന്ന് തന്നെ പറയണം. അതുപോലെ തന്നെ സിനിമയ്ക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു ഡീഗ്രേഡിംഗ് നടക്കുന്നുണ്ട് എന്നുള്ളതും എടുത്തു പറയുന്നു. മറ്റൊന്ന് ജയസൂര്യ ചിത്രമായിട്ടുള്ള ആട് 3 ആണ്. ആട് 3 എന്ന സിനിമ ആദ്യ 4 ദിവസവും മികച്ച കളക്ഷനാണ് കേരളത്തിലും വിദേശ രാജ്യങ്ങളിലും നേടിയെടുത്തത്. 4 ദിവസം കൊണ്ട് തന്നെ 82 കോടി മറികടന്ന സിനിമ 8 ദിവസം കൊണ്ട് 100 കോടി എന്ന നേട്ടത്തിലും എത്തി. സിനിമ തിയേറ്ററുകളിൽ വലിയ വിജയമാണ്. പക്ഷേ സിനിമയുടെ കളക്ഷൻ ഇപ്പോൾ താഴേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. സിനിമ ഇപ്പോൾ 10ാം ദിവസത്തിൽ എത്തി നിൽക്കുന്നു. 8ാം ദിവസമായിട്ടുള്ള വ്യാഴാഴ്ച സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 4 കോടിക്ക് താഴെ മാത്രമാണ്. ഇന്നലെ വെള്ളിയാഴ്ച 3.5 കോടിക്ക് താഴെയായിരിക്കും സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ എന്നുള്ളത് തന്നെയാണ് ട്രാക്കിംഗ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് സിനിമയുടെ കളക്ഷൻ താഴേക്ക് പോകുന്നു. തീർച്ചയായും ഇന്നും നാളെയും ശനിയും ഞായറുമാണ് മികച്ച കളക്ഷൻ നേടിയെടുക്കാൻ സിനിമയ്ക്ക് സാധിക്കും. ഭേദപ്പെട്ട രീതിയിലുള്ള ബുക്കിംഗ് സിനിമയ്ക്ക് വരുന്നുണ്ട്. ഇപ്പോൾ വിദേശ മാർക്കറ്റിൽ സിനിമയുടെ ഓട്ടം ഏകദേശം തീർന്ന മട്ടാണ്. അവിടെ നിന്ന് കാര്യമായിട്ടുള്ള കളക്ഷൻ ഇനി പ്രതീക്ഷിക്കേണ്ടതില്ല. കേരള ബോക്സ് ഓഫീസിലെ കണക്ക് മാത്രം ഇനി നോക്കിയാൽ മതിയാവും. ഇപ്പോൾ 2 കോടിയിൽ താഴെ മാത്രമാണ് കേരളത്തിൽ നിന്ന് ഓരോ ദിവസവും വരുന്നത്. ഇനിയുള്ള ശനിയും ഞായറും മികച്ച കളക്ഷൻ കേരളത്തിൽ നിന്ന് നേടാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ്. സിനിമയ്ക്ക് ഏറ്റവും ഗുണകരമായി വന്നിരിക്കുന്നത് മറ്റുള്ള മികച്ച സിനിമകൾ ഇല്ല എന്നുള്ളത് തന്നെയാണ്. അതായത് ഈ അടുത്തൊന്നും മികച്ച സിനിമകൾ വരാനുള്ള സാധ്യതയില്ല എന്നുള്ളത് സിനിമയ്ക്ക് ഗുണകരമായി വന്നിട്ടുണ്ട്. വെക്കേഷൻ സമയം ആട് 3 എങ്ങനെ കളക്ട് ചെയ്യും എന്നുള്ളത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. എന്തായാലും ആട് 3 വലിയ കളക്ഷനിലേക്ക് പോകാനുള്ള സാധ്യതയില്ല. അതായത് 200 കോടി മറികടക്കാനുള്ള സാധ്യതയില്ല. 150 കോടിക്ക് അടുത്ത് സിനിമയുടെ കളക്ഷൻ വന്ന് നിൽക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വമ്പൻ ഇനിഷ്യൽ കളക്ഷൻ നേടിയെടുത്ത സിനിമ പിന്നീട് താഴേക്ക് പോകുന്ന ഒരു കാഴ്ച. എന്തായാലും സിനിമ തിയേറ്ററുകളിൽ വലിയ വിജയമാണ്, വമ്പൻ നേട്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ഒന്ന് സബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ.